യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലാഹുവിനെ നീ സ്നേഹിച്ചാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കാഹിനെ നിനക്ക് കാണിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് ചില ആളുകളോട് പറയും, എന്നെ നിങ്ങൾക്ക് കാണണോ? ഇതേവരെ സ്നേഹിച്ച റബ്ബിനെ കാണണോ? അല്ലാഹുവിന്റെ നിക്കാഹിനെ അവൻ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സ്വർണ്ണ സ്വരൂപം കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ അല്ലാഹനെ കാണണം. അല്ലാഹനെ കാണണ്ടേ? കാണണോ വേണ്ടേ? കാണണം. കാണണമെങ്കിൽ അല്ലാഹ് പറഞ്ഞത് ചെയ്യണം. ചെയ്യോ ഉറപ്പാണല്ലോ. ആർക്കലും അല്ലാഹുവിന്റെ ലിഖായിനെ കാണണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട സാലിഹായ കർമ്മം മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂ. ഞാൻ എന്നെ കാണിച്ചു തരാം. പക്ഷേ സാലിഹായ അമലെ ചെയ്യാവൂ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുവോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ കേട്ട ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയെങ്കിൽ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു നമുക്ക് ആ തിരുനോട്ടം നൽകട്ടെ. ബാക്കിയുള്ള 5 കൂട്ടുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം ഇനിയുള്ള ദിവസങ്ങളിലായി. എന്റെ സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കൽബിലും. നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? പൈസ. അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് വെച്ചേക്കണം. എന്താ പോക്കറ്റ് ഇവിടെ വെച്ചേക്കണം? എന്താ? ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ്. കാരണം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കണം ഇതിന്റെ അകത്താ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിന് വേണ്ടി കൊടുക്കും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഒരൊറ്റ കാര്യം, കൂടുതൽ വാദമൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹു നൽകി. ഞാൻ ഇത്രയും നേരം ഓതിയത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6666 ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു അവസരം നൽകണം. അല്ലാഹു അതിന് കാരണക്കാരായവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് 3-ാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടങ്ങും. ആദ്യം അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നിനക്കുള്ള നയനം 2. 3 ദിവസമാകുമ്പോ ആദ്യം ഒഴുകുന്നതാ കണ്ണാണ്. തഴവാ ഉസ്താദ് നിമിഷ കവിയായിരുന്നു. തഴവാ ഉസ്താദ് ധാരാളം എത്രയോ നിമിഷ കവികൾ കുഞ്ചൻ നമ്പ്യാരി എടുത്തച്ഛനൊന്നല്ലേ നിമിഷ കവിയാരാ? ഒറ്റ നിമിഷം കൊണ്ട്. പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് അന്നുള്ള ഒരാളാണ് നല്ലളം ബീരാ മുസ്ലിയാർ. ഇവർ 2 നല്ലളം ബീരാ മുസ്ലിയാർ എന്ന് പറയുന്ന നിമിഷ കവിയാണ്. അപ്പൊ പുലിക്കോട്ടിൽ ഹൈദർ കാക്കായെ നല്ലളം ബീരാ മുസ്ലിയാർ കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. ചായപ്പീടിക വെച്ച് ചായ കുടിക്കാൻ വേണ്ടി 2 സുഹൃത്തുക്കളായിരുന്നു. അവരും 2 കൂട്ടുകാരായിരുന്നു. അപ്പൊ ചായപ്പീടികയെ പോയപ്പോ അവരുടെയൊക്കെ ആശയവിനിമയം എന്താ? പുലിക്കോട്ടിൽ ഹൈദരാക്കാട് നല്ലളം ബീരാ മുസ്ലിയാർ ചോദിച്ചു, അക്കാന മക്കാനിയിൽ നിന്നൊരു ചായ വാങ്ങി തരുമോ നല്ല ഹൈദർ കാക്ക. അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു. നിമിഷ കവി ഹക്കായി മക്കാനി ചായപ്പീടിക മക്കാനിന്ന് ഒരു ചായ എനിക്ക് മേടിച്ചരുവോ? വാങ്ങിത്തരുമോ നല്ല ഹൈദർ കാക്ക. ഉടനെ ഹൈദരാക്കാൻ പറഞ്ഞു, ഇക്കാര്യം എന്നിൽ എന്തിനൻ സൂരാനി മുക്കാല് കയ്യിലില്ല പോ വീരാനെ. മുക്കാലട കയ്യിലില്ല വീരാനെ, നീ പോകാൻ. കോഴിക്കോട് മിഠായി തെരുവിന്റെ അങ്ങാടിയിൽ 5 മിനിറ്റ് കൊണ്ട് 4 വരി പദ്യം വായിച്ച മാപ്പിള കവികൾ ജീവിച്ചിരുന്ന നാടാ നമ്മുടെ മാപ്പിള കേരളം.
തഴവ ഉസ്താദ് അതിൽപ്പെട്ട ആളാണ്. ഇൽമിനെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് നിന്റെ കണ്ണെടുക്കാൻ തുടങ്ങും. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിദിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് മണ്ണിനിട്ട് മൂടിയാൽ ആ ഹാഫിദിന്റെ ശരീരം പുഴുപോലും തൊടുകയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതിയാലും ആ മയ്യത്ത് കബറിന്റെ അടിയിൽ അതേപോലെ തന്നെ പുഴുപോലും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാഫിദ് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. മക്കളിലല്ലെങ്കിൽ കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം, കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്റെ ബറക്കത്താണത്. അള്ളാഹു നമ്മളോട് കൂട്ടുകൂടാനുള്ള അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, 3 വിഭാഗം ആളുകളുള്ള വീട്ടിൽ അള്ളാന്റെ മലക്കുകൾ നേരിട്ട് വന്നിറങ്ങുമെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകളുടെ വീടുകൾ, ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും. അതിലൊന്നാമത്തതാരുടെ വീടെന്നറിയുമോ? വബൈത്തു ഹാഫിളുൽ ഖുർആൻ. ഒന്ന് വബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീടാണത്. ഇദാ അമില ബിഹി, ഇൽമനുസരിച്ച് അമൽ ചെയ്ത ആലിമുള്ള വീട്, ഒരു പണ്ഡിതനുള്ള വീട്, അത് മലക്കുകൾ നേരിട്ടിറങ്ങുന്ന വീടാണ്. രണ്ടാമത്തെ വീട് ഏതെന്നറിയുമോ? വബൈത്തു ഹാഫിളുൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീടാണത്, ഹാഫിളിന്റെ വീടാണത്. അതുകൊണ്ടൊരു വസിയത്തായിട്ട് എല്ലാ സദസ്സിലും ഞാൻ പറയാറുണ്ട്, അള്ളാഹുവിനെ ഇതെന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന് 18 കുഞ്ഞുങ്ങളാണ് ഖുർആൻ ഹാഫിളാവാൻ വേണ്ടി പോയത്. അതിൽ ഡോക്ടറിന്റെ മക്കളുണ്ട്, എഞ്ചിനീയറിന്റെ മക്കളുണ്ട്. ഞാനിത് പറയുന്നത് എന്റെ ഒരു ദൗത്യം പോലെ അള്ളാഹു നൽകിയ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാ. നമ്മുടെ മക്കളിൽ ഹാഫിളീങ്ങൾ ഉണ്ടാവണം. അതിന് കഴിഞ്ഞില്ലയോ നമ്മുടെ കുടുംബത്തിലെങ്കിലും അള്ളാന്റെ ഖുർആൻ നെഞ്ചകത്ത് കുത്തിവെച്ച ഹാഫിളീങ്ങൾ ഉണ്ടാവണം. 6666 ആയത്തുകൾ കാണാതെ പഠിച്ച നാളെ സ്വർഗ്ഗലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു തആല മാതാപിതാക്കളുടെ തലയിൽ ഒരു കിരീടം വെക്കും. മരതകരത്നങ്ങൾ പതിച്ച കിരീടമാണ്. മറ്റു മാതാപിതാക്കൾ ചോദിക്കും, എന്ത് ചെയ്തിട്ടാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കനക കിരീടം എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, ഇവര് ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്. അല്ലാഹു വിനീതന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുമ്പോ കൽബിൽ അല്ലാഹനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കുന്ന മക്കളെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. സഹോദരങ്ങളെ, 6600 ആയത്തുകൾക്ക് 6666 ആയത്തുകൾക്ക് തുല്യമായി പള്ളിച്ചവിട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ ഈ പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുമതിൽ കെട്ടണമെന്ന് സംഘാടക സമിതിക്ക് വലിയ ആഗ്രഹമുണ്ട്. അള്ളാന്റെ ഭവനമല്ലേ, ആ അള്ളാന്റെ തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ്. ഇവിടെ നിന്നിട്ട് ഉസ്താദ് എത്രയോ സദസ്സിൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് കുമ്പളം മുതൽ അങ്ങകലെ തേങ്ങാപട്ടണം വരെ എത്രയെത്രയോ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പിരിവിനല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയോ ഹാഫിളീങ്ങളാ, എത്രയോ ഹാഫിളീങ്ങളാ. കഴിഞ്ഞ മാസം കല്ലമ്പലത്ത് ഞാൻ പ്രസംഗം നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യനെയും പിടിച്ചു കൊണ്ടുവന്നു. ഓ ചെറുപ്പക്കാരനാരാ? കൂലിപ്പണിക്കാരനാ. ഉസ്താദേ, നിങ്ങളുടെ വയത് കേട്ടപ്പോൾ 3 വർഷം മുമ്പ് 6666 രൂപ ഞാൻ പറഞ്ഞതാ. എന്ന മകൻ ഹാഫിളായി ഉസ്താദേ എന്ന് പറഞ്ഞ് 11 വയസ്സുള്ള പൊന്നുമോനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ വഅദിന്റെ മജ്ലിസിൽ എനിക്ക് കിട്ടിയ ഹാഫിളായ പൊന്നുമോനാണെന്ന് പറഞ്ഞ മുഹമ്മദ് സലീം എന്ന സഹോദരൻ അല്ലാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനും ഹിഫ്ള് പഠിക്കാൻ പോയിരിക്കുകയാ. അതുകൊണ്ട് ഈ നിശബ്ദമായ രാത്രിയെ സാക്ഷി നിർത്തി അള്ളാന്റെ ഇൽമിന്റെ മജ്ലിസിനെ സാക്ഷി നിർത്തിയിട്ട് ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറയുക. ഉസ്താദേ, ഈ മദ്രസ നിർമ്മാണത്തിന് വേണ്ടി 6666 രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പണി നടക്കുമ്പോൾ അതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും മതി. ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാൻ അള്ളാന്റെ റസൂൽ സഹാബത്തിന്
സഹാബത്തിനോട് സദക്ക ചോദിച്ചാല് ആരാണ് ആദ്യം പറയുക എന്ന് ചോദിച്ചാല് ഉടനെ സദസ്സിൽ നിന്നൊരാള് ചാടി എഴുന്നേൽക്കും, അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയേ. ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അള്ളാന്റെ റസൂൽ ചോദിച്ചാൽ ഉടനെ പറയും, ഞാൻ തരാ നബിയേ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വാഗ്ദാനം എന്താ? ലികുല്ലി നബിയിൻ റഫീഖും ബിൽ ജന്ന. ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫീഹാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ